വാ നമുക്ക് ഓളം വെച്ച് തന്നെ അങ്ങ് പോവാന്ന്. നിങ്ങളുടെ സാധനങ്ങളെല്ലാം വന്നോ? ഹലോ, ഇവിടെ വെയിറ്റ് ചെയ്യ, ആദ്യം ഇതൊന്ന് കേട്ട് നോക്ക്, എന്നിട്ട് നിങ്ങൾ പറ. എനിക്കും കൊണ്ടുവരാനൊക്കെ അറിയാം ആൾക്കാരെ. കേട്ടോ? ഹലോ, റോഡിലരികിൽ മൈക്ക് പിടിച്ച് തൊണ്ടകൾ പൊട്ടി പാടും, തൊണ്ടകൾ പൊട്ടി പാടും. സംഭാവനകൾ കിട്ടാനായി ചില സംഗതി ഞങ്ങൾ പാടും, ചില സംഗതി ഞങ്ങൾ പാടും, ചില സംഗതി ഞങ്ങൾ പാടും. പ്രിയമുള്ളവരെ, ചില സംഗതി ഞങ്ങൾ പാടും. പ്രിയമുള്ളവരെ, ചില സംഗതി ഞങ്ങൾ മതിയുടെ ചിലക്കാതെ മതിയുടെ ഇത് പഴയ ഐറ്റാണെന്ന് ഓർക്കും. കഥാപ്രസംഗത്തിന്റെ. പ്രിയമുള്ളവരെ, ഞങ്ങളോട് എത്തിയിരിക്കുന്നത് കടക്കടയിൽ നിന്നും ജീവിതത്തിൽ നിന്നും കരകയറാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് ഞങ്ങളുടെ ഈ ഗാനമേള സംഘം. കടവാവലല്ലടാ പൊട്ട. കടക്കടയിൽ അകപ്പെട്ടെടുക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ നടക്കുന്ന പ്രയത്നമാണ് ഈ ഗാനമേള. ഇതിലൂടെ സംഭാവനകൾ പിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷെ കുറെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ല. ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു, അത് പറഞ്ഞു കൊടുത്തോളൂ. വരുന്ന വഴിക്കേ മറ്റേ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് നിന്നപ്പം ഇവരുടെ പാട്ട് ഇങ്ങനെ കേട്ടു. പോരാത്തിന് ഈ ബക്കറ്റ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്നാന്നൊന്നും ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഒരു കാരുണ്യ പ്രവർത്തനം എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്ന പോലെ ഇവര് പാടുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനനുസരിച്ച് നമ്മുടെ ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ നമ്മള് ഒരു ഫണ്ട് ചെയ്യുന്നു. ഒരു ചാരിറ്റിയാണ്. ആ ബോർഡ് എടുത്തു പോയി നമുക്ക് ഇവിടെ പാട്ട്. അതെ, അതും കൂടെ ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, നോക്കൂ, നമ്മളൊരു ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ഒരു ചെറുപ്പക്കാരന്റെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ചാരിറ്റി. നിങ്ങൾ ഇവിടെ ചാരിത്രം എഴുതി വെച്ചേക്കുന്നത്. 1500 രൂപ തന്നെ പാട്ട് പാടാൻ വിളിച്ചോണ്ട് വന്നിട്ട് ആവശ്യമില്ലാത്ത പരിപാടി വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എഴുതിയത് അവര് തെറ്റിപ്പോയതാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ചാരിറ്റി സംഭാവന ചെയ്യുക എന്ന് തന്നെയാണ്. ക്ലിയർ അല്ലേ? സംഭവം ശരിയല്ലേ? അത് വിട്ടേക്ക്. ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിട്ട് നമ്മൾ എടുക്കുന്ന ഈ ചാരിറ്റി ഗാനമേളയില് ഗ്ലൂക്കോസ് പാടി ഹിറ്റാക്കിയ മാർക്കോസ് അല്ലേ? എന്നാ പിന്നെ മാർക്കോസ് പാടി ഹിറ്റാക്കിയ ഒരു ഗാനം ആലപിക്കുകയാണ്. ഓടക്കുഴൽ അവാർഡ് ജേതാവായ കരിങ്ങാട്ട ചന്ദ്രൻ. സാഹിത്യമൊക്കെ എഴുതുവോ? അല്ലല്ല, അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഈ പാട്ടിന് ഓടക്കുഴൽ അവാർഡ് കിട്ടുമോ? സാഹിത്യത്തിനല്ലേ ഓടക്കുഴൽ അവാർഡ്? അല്ല, സംഭവം ശരിയാ. പുള്ളിക്ക് കിട്ടിയതാ. പുള്ളി പണ്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ നിൽക്കുമ്പോ നല്ല പാട്ട് പാടി വന്നപ്പോ ഇഷ്ടപ്പെട്ട ആരാണ്ട് ഓടക്കുള്ള ഒറ്റ ഏറാ. ആ ഓടക്കുള്ള എടുത്തുള്ള ഒരു പോക്ക് പോയിട്ട് പുള്ളി അങ്ങനെ നേടിയിട്ടു എന്ന് പറഞ്ഞ അവാർഡാക്കി. അതാ പറ്റിയത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, മെയിൻ സിംഗർ ഞാനല്ലേ? ആദ്യത്തെ പാട്ട് ഞാനല്ലേ പാണ്ടേ? എന്റെ ആശാനങ്ങ് പാടുവാണോ? ആദ്യത്തെ പാട്ട് ഞാൻ പാടി കയറ്റി വെച്ചിട്ട് നിനക്കങ്ങ് തരാം. ഞങ്ങള് സെലിബ്രിറ്റി ആയിട്ട് വിളിച്ച സിംഗറാണിത്. ഞങ്ങളാണ് ഇതുകൊണ്ട് നടക്കുന്നത്. പക്ഷെ ഇത് 1500 രൂപ പേയ്മെന്റ് കൊടുത്ത് ഞങ്ങൾ വിളിച്ചേക്കണ സിംഗറാണിത്, ഞങ്ങളുടെ ലേഡി. പിന്നെ പ്രിയമുള്ളവരെ, എന്റെ ഗാനത്തിലേക്ക് കിടക്കാണ്. ഓക്കെ, ഞാനൊരു പാട്ട് പാടുകയാണ്. എല്ലാവരുടെയും നല്ല പ്രോത്സാഹനം. അപ്പൊ എന്തായാലും സാമ്പത്തികം നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. ലെറ്റ്സ് ബിഗിൻ ദിസ്. തെറ്റിപ്പൂവേ തെങ്കാശിപ്പൂവേ. ആദ്യം തന്നെ തെറ്റി വീണു. തെറ്റി അങ്ങ് വീണവിടെ. തെറ്റിപ്പൂവല്ല, തെച്ചിപ്പൂവേ. എന്നാ പിന്നെ തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാരുങ്കടി വായോ വായോ നീ എൻ പാറിൽ തായോ. പാറിലല്ല, കള്ളുഷാപ്പിൽ തരാം. പാറിലാണോ തരുന്നത്? കള്ളാപ്പി കൊടുത്താ നിങ്ങൾ എന്താ വർത്താനം പറഞ്ഞു? എന്താ മാറിത്തായോ? മാറിത്തായോ? മാറിത്തായോ. ആള് പാടുന്നത്. അപ്പൊ ഞാൻ പാടി കയറ്റി വെച്ചുള്ളവരെ. അടുത്തതായിട്ട് ഈ ഗാനം ആലപിക്കുന്നു. ഞാൻ പറയാം. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള, കടത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണത്. സംഭാവനകൾ കൂമ്പാരമാകണം. അടുത്ത ഗാനം ആലപിക്കുന്ന പ്രിയങ്കര ഗായിക പേര് മല്ലപ്പള്ളി. അമ്പിളെ 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 അമ്പിളെ. അതിനടാ അവിടെ വായിന്ന് എന്റെ ഇളകി പോയത്. അല്ലെ എക്കോ കിട്ടോ? എക്കോ. നല്ല പ്രോത്സാഹനം. ടി വെച്ചതിനൊക്കെ എന്തെങ്കിലും അസുഖമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ആശുപത്രി കൊണ്ടുണ്ടോ? സ്വരസ്ഥാനം പിടിച്ചിട്ടതാ ഞാനേ. അവിടെ ഇട്ടതാണോ? എന്നാ സാധനത്താ കയറി പിടിച്ചത്? അയ്യോ, പാട് പാട്. വെണ്ണില ചന്ദന കിണ്ണം കുഞ്ഞമ്മയുടെ കായലിൽ വീണേ. എവിടെ? കുഞ്ഞമ്മയുടെ അല്ല, അവിടെ അനിയത്തി ഒരു പൊന്നമ്മയുണ്ട്, അവരുടെ കിണറ്റിലാ വീണു. കുഞ്ഞമ്മയുടെ കായൽ എന്റെ കുഞ്ഞമ്മയുടെ വീടിന്റെ തൊട്ടപ്പുറത്താ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുഞ്ഞമ്മയുടെ കായൽ
കായലിൽ വീണെന്ന് ഞാൻ അങ്ങനെ പാടും, വേണമെങ്കിൽ മതി. ആഹാ 1500 രൂപ എന്നിട്ട് ഭരിക്കാൻ വരുതോ. എന്നാ പാട്. ചന്ദന കിണ്ണം കുഞ്ഞമ്മയുടെ കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ വാ താമര പെണ്ണേ നീ എൻ പൂങ്കരളല്ലേ കൂടെ കുളിക്കാൻ വാ, ശരി കുളിക്കാനാണ് വന്നത്. താളം തുള്ളാൻ വാ. കുളിച്ചില്ലേ? വാ താളന്നുള്ളാം വാ. കുളിച്ചത് എന്നാടി പറഞ്ഞത്? ഇങ്ങനെ പാടാനാണോ? ചെയിൻ സോങ് പാടാനാണോ പറഞ്ഞത്? ഇവിടെ ഒരു നമ്മൾ ചാരിറ്റി പ്രവർത്തനം കൊണ്ട് വരുമ്പോഴത്തേക്ക് ആശാനെ അതാ എന്റെ ഒരു കുഴപ്പം, ഒന്ന് തൊടും പിന്നെ അങ്ങ് പോവൂ ആശാനെ. ഞാന് ഗസ്റ്റ് ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് ഇങ്ങനെയാണോ പാടുന്നത്? ഹലോ മാഷേ, അതെ ചേച്ചി, ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സിംഫണിയിലേക്ക് സിംഫണി പോയിട്ടുണ്ട് അല്ലേ? സിംഫണി പോയിട്ടുണ്ട്. അതിലിപ്പോ എന്താ ആക്ഷേപം? എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ സിമന്റ് പണി ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ എന്താ ആക്ഷേപം എന്നാ ഈ പറയുന്നത്? അല്ലാതെ ഇവൻ എനിക്കറിയാം നിങ്ങൾ ഒറ്റ ഒരുത്തനായിരിക്കും പറഞ്ഞു കൊടുത്തത്. ഞാൻ സിമന്റ് പണിക്ക് പോയതാ, പിന്നെ ആ കൊച്ചൻ അങ്ങനെ സിമന്റ് പണിക്ക് പോയ കാര്യം ആ കൊച്ചൻ അങ്ങനെ പെണ്ണുപിള്ളയുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് സിമന്റ് പണിക്ക് ഞാൻ പോയിട്ടുണ്ട്. ചേച്ചി സിമന്റ് പണിയല്ല, സിംഫണി ഒരു പരിപാടിയാണ്, പ്രോഗ്രാം. സുനയൊക്കെ വെച്ച് പാടിയത് അത് പറയുമ്പോ കൊച്ചനെ വ്യക്തമായിട്ട് പറയണം കേട്ടോ, കേട്ടില്ലായിരുന്നു ഞാൻ. നമ്മളിങ്ങനെ മാറിക്കാം മാഷേ. 2 കവള എനിക്ക്, ഞാനൊരു പാട്ട് പാടും. ഇതിന് 2 കവള് കൊടുക്ക്. പ്രിയമുള്ളവരെ, മലയാളത്തിന്റെ ഭാവഗായകൻ എന്ന് സ്റ്റേജ് ഷോയിലൂടെ തെളിയിച്ചിട്ടുള്ള, ദാസേട്ടന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗായകൻ പ്രേമേട്ടൻ നിങ്ങൾക്കായി ഒരു ഗാനം ആലപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു 10 പൈസ സംഭാവന തന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ഒരു പ്രോത്സാഹനത്തോടുകൂടി ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രേമേട്ടൻ മലയാള ഗായകൻ ഞങ്ങളുടെ ഒരു കൈയടി. സൂപ്പർ. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ ചന്തയിൽ ചാലിച്ച് വേണ്ട വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല കറക്റ്റായിട്ട് പാടിയല്ലേ ഞാൻ എവിടെ ചാലിക്കണത്? ചന്ദനം ചാലിക്കാൻ പറ്റിയ സ്ഥലമാണോ? ഇനി അതിനെ ഇട്ട് വളർത്തരുത്. എനിക്കത് തെറ്റെവിടെ സംഭവിച്ചത്? അതൊന്നുമില്ല ചേട്ടൻ, ഒന്നും തെറ്റിയിട്ടില്ല. ബാക്കി പാടണ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഈ റോഡിലൊക്കെ ഇരുന്ന് പാടാതെ സോഷ്യൽ മീഡിയയിലൊക്കെ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ പൈസ കിട്ടുന്ന ഒരു സാധ്യതകളുണ്ടല്ലോ. എന്തിനാ ഈ റോഡിലൊക്കെ ഇരുന്ന് പാടുന്നത്? മോശമല്ലേ? സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഇടയ്ക്ക് പാടിയിട്ടിടും. എന്റെ പൊന്നൊക്കെ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് ഒക്കെ കാണണം കേട്ടോ. തെറിയെന്ന് പറഞ്ഞാ പച്ചത്തെറി കണ്ടുപിടിച്ചങ്ങ് എഴുതിയേക്കുവാങ്ങ്. ദൂരം തെറിയാന്നറിയോ? എന്റെ ഈ വിരലുണ്ടല്ലോ, അതിന്റെ തൊലി പോയിരിക്കുന്ന കണ്ടോ? അതെന്താന്നറിയാവോ? അയ്യോ ഞാനേ ഇന്നലെ ഒരു പാട്ട് പാടി ഇതിനകത്ത് പോസ്റ്റ് ചെയ്തേ, അതിന്റെ അടി വന്ന കമന്റ് ഡിലീറ്റ് ചെയ്ത് വിരല് തേഞ്ഞു പോയേക്ക്. ഏകദേശം ഞങ്ങൾ നല്ല കഴിവുള്ള കലാകാരമാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇനിയുള്ള സത്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പാട്ട് കമ്പോസ് ചെയ്യും, അദ്ദേഹം ട്യൂൺ ചെയ്യും. രണ്ടും ഒന്ന് തന്നെയല്ലേ, കമ്പോസിംഗ് ട്യൂണിങ്ങും. കഥയിൽ ചോദ്യമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലാത്തോണ്ട് ഒരാളെ എഴുതും ഒരാൾ ട്യൂൺ ചെയ്യും, അതല്ലേ കറക്റ്റ്? സിറ്റുവേഷൻ പറഞ്ഞാൽ അന്നേരം ഞങ്ങൾ കീച്ചിരിക്കും. പാട്ട് എഴുതും. ഓ ശരി. ഞാൻ പിന്നെ പാടും. ഞങ്ങളുടെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണല്ലോ. സാറേ ഒരു സിറ്റുവേഷൻ തരാമോ? പിന്നെ ഒരു സിറ്റുവേഷൻ കൊടുത്തു. സിറ്റുവേഷൻ എന്ന് പറയുമ്പോ ഒരു വീട്. ശ്രദ്ധിക്കണ്ട നിങ്ങള്. ഒരു വീട്, ഒരു ഗ്രാമത്തിലുള്ള ഒരു നല്ലൊരു വീട്, അവിടെ കാത്തിരിക്കുന്ന ഒരു അമ്മ. അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോ വർഷങ്ങളായിട്ട് ഈ അവരുടെ മകൻ വരാതിരിക്കുകയാണ്. അവൻ മുംബൈയിലാണ്. ആ മുംബൈയിൽ നിന്ന് മകൻ മരണവാർത്ത അറിഞ്ഞ് അച്ഛന്റെ ബോഡി ദഹിപ്പിക്കാൻ വേണ്ടി വരികയാണ് ഇവിടെ. ഇതാണ് സിറ്റുവേഷൻ. അമ്മ മകനെ കാണുമ്പോ ഉണ്ടാവുന്ന സിറ്റുവേഷൻ. ഇത് നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പക്രുച്ചന്റെ പടത്തിൽ നിങ്ങൾക്ക് അവസരം തന്നിരിക്കും. അത് കേട്ടിട്ട് ഫീലിംഗ് ആയിപ്പോ. അല്ല, നിങ്ങളൊന്ന് അഭിനയിച്ചൂടെ കാണിച്ചാലും ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഇത് കിട്ടിയേനെ. ആ സമയത്ത് ഞങ്ങൾക്ക് ഇത് കമ്പോസ് ചെയ്യാൻ പറ്റിയേനെ. കാണിക്കേ. അച്ഛൻ ഇവിടെ കിടപ്പുണ്ടേ. സങ്കല്പിച്ചു അമ്മ കരയുന്നു. ഞാനൊരു അമ്മാവനാണേ. അമ്മാവൻ പകയിലൊരു അമ്മാവൻ. ആയിക്കോട്ടെ.
ഈശ്വരാ, എന്നാലും എന്നെ ഇട്ടിട്ട് പോയല്ലോ. അമ്മ നീ വന്നോ? ഞാനിത് എങ്ങനെ സഹിക്കും? സാവിത്രി കൊച്ചേട്ടാ, സാവിത്രി ഞാനിത് എങ്ങനെ സഹിക്കും കൊച്ചേട്ടാ? കരയാതിരിക്കൂ സാവിത്രി, കരയാതിരിക്കൂ. ബോംബെ നിന്ന് നിന്നെ കാണാതെ പോയ മുഖം വന്നു, കാണാതെ പോയ മുഖം വന്നിരിക്കുന്നു. മോനെ, അച്ഛൻ പോയി മോനെ. നീ കിട്ടി കിട്ടി ഓക്കെ റെഡിയായോ? പാട്ട് റെഡിയായി. അച്ഛൻ ചാത്തേ അച്ഛൻ ചാത്ത അച്ഛൻ ചാത്ത അച്ഛൻ ചാത്ത അലറിക്കരടാ 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 അച്ഛൻ ചാത്ത് അച്ഛൻ ചാത്ത് പോയേ അച്ഛൻ ചാത്ത അച്ഛൻ ചാത്ത് പോയേ ഒട്ടിക്കരയടാ അലറിക്കരടാ ഒട്ടിക്കരയടാ അപസ്മാരത്തിന്റെ ഓക്കെ ശരിക്കേ എന്റെ അച്ഛനാണ് നിങ്ങളുടെ അച്ഛനാണ്. നമ്മുടെ അച്ഛനാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല ശരി, ഓക്കെ. നിങ്ങൾ ഈ വന്നപ്പോ തൊട്ട് ചാരിറ്റി, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എന്നൊക്കെ പറയുന്നു. ശരിക്കും എന്താ പരിപാടി? എന്താ സംഭവിച്ചെന്താ? എന്ത് ചാരിറ്റിയാണ്? ആർക്ക് ആരെയാണ് വേണ്ടിയാണ് രക്ഷിക്കേണ്ടത്? അതെ, അതെ. അയാൾ എന്ത് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് കാരണം? ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബദ്ധം പറ്റി ഞങ്ങൾക്ക്. വേറെ ആരോടും പറയണ്ട, കിട്ടുന്ന കിട്ടിക്കോട്ടെ. നിങ്ങളാണോ ചെറുപ്പക്കാര്? അത് ചെറുപ്പക്കാരാ, നമുക്കെന്താ കുഴപ്പം? ഡൈ ചെയ്തിരുന്ന ചെറുപ്പക്കാരനല്ലേ, അതിൽ കാര്യമില്ല. അത് വിട്. ഞങ്ങൾ ഈ പൊതുവെ ചെറിയ ചാറ്റിങ് പരിപാടിയൊക്കെ ഉള്ളതായി ചെറിയ പ്രായത്തിലേ. ഈ നമ്മൾ കുറച്ച് മദാമ്മമാരും കുറെ ഫിഗർ കാണിക്കാത്ത നോർത്ത് ഇന്ത്യൻ കാര്യമൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു ഡെയിലി. അപ്പൊ കുറച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മളെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്ത് അത് കുറെ മിസ്സായി പോയി. അവര് വേറെ പരിപാടി അവര് പറയണ ഇത്ര രൂപ എന്നില്ലെങ്കിൽ ഇത് മൊത്തം ഇതാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഈ പൈസ കൊടുത്തില്ലെങ്കിൽ നമുക്ക് 50 ലക്ഷം രൂപ പറഞ്ഞു. ഹണി ട്രാപ്പിനൊക്കെ കുടുങ്ങിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരക്കാരെ കാശ് കളക്ട് ആണുണ്ടോ? ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ? ഉളുപ്പ് അന്നേരം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇച്ചിരി ഇതിപ്പോ സത്യമായി കേട്ടാ, ഇതിപ്പോ സത്യമായി. ആ ബോർഡ് ചാരിത്ര സംഭാവന ചെയ്തിട്ട് നടന്ന് പിരിക്കുവാ. വല്ലയിടത്തും കൊണ്ട് കളഞ്ഞിട്ട് നമ്മളെവിടെ സംഭാവന ചെയ്യാൻ? അതാണ് ഞാൻ എഴുതിയത് തെറ്റിട്ടില്ലോ, കറക്റ്റ് അല്ല ഞാൻ എഴുതിയത്. ഇവരുടെ ചാരിത്രം സംരക്ഷിക്കാനുള്ള പൈസ പേര് അബദ്ധം പറ്റിപ്പോ ഇതെന്നാ ചെയ്യണ്ട ഇതിന്? സാറേ എന്തായാലും അല്ല സഹായിക്കാം. ഒന്നും വേണ്ട, സൈബർ സെല്ലിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതി, രക്ഷപ്പെട്ടോളും. പോക്കോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ലത്. ഇതൊക്കെ എല്ലാരും അയ്യോ അല്ല ഈ സിറ്റുവേഷനിൽ ഒരു പാട്ട് പാടാൻ തോന്നുവാ. Comedy Masters.